പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പറ്റും. ചില ഫ്രൂട്ട്സ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ളതാണ്. അപ്പം അതാണ് ഒഴിവാക്കേണ്ടത്. എല്ലാ ഫ്രൂട്ട്സും ഒഴിവാക്കണമെന്ന് ആവശ്യമില്ല. ഉദാഹരണത്തിന് പേരയ്ക്ക, അതേപോലെ തന്നെ നെല്ലിക്ക, ഇതൊക്കെ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ടോക്ക് എന്ന് പറയുന്നത് എന്തൊക്കെ ഫ്രൂട്ട്സ്, പഴങ്ങളാണ് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ളവർ എടുക്കേണ്ടത്, എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് അവർ ഒഴിവാക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനെ ജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പൊതുവേ ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ പ്രമേഹമുള്ളവർ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാറുണ്ട്. ഒരു പഴങ്ങളും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്. നേരെ മറിച്ച് ചിലർ ഫ്രൂട്ട്സ് ആണല്ലോ, നാച്ചുറലാണ്, വളരെ സേഫാണ്, അതുകൊണ്ട് അത് കഴിക്കാം എന്ന് വെച്ച് അമിതമായിട്ട് കഴിക്കാറുമുണ്ട്. അപ്പോൾ ഈ പ്രമേഹമുള്ളവരിൽ നമ്മൾ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഗ്ലൈസിമിക് ലോഡ് എന്ന് പറയും. അതായത് ഒരു ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അതിൻ്റെ ഷുഗർ സ്പൈക്ക്, ഷുഗർ എത്രത്തോളം കൂടുന്നു എന്നതിൻ്റെ ലെവൽ അനുസരിച്ചാണ് ഓരോ ഭക്ഷണത്തിൻ്റെയും നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത്, അതായത് ഡയബറ്റിസ് പ്രമേഹമുള്ളവർ തൊട്ടുപോകരുത് എന്ന് പറയുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പഴുത്ത നേന്ത്രപ്പഴം, ഇത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. അതേപോലെ തന്നെ മാമ്പഴം, പഴുത്ത മാമ്പഴത്തിലും ഗ്ലൈസിമിക് ഓവർലോഡാണ്. ഷുഗർ സ്പൈക്ക് ഒരു പരിധിക്ക് കവിഞ്ഞ് കൂടിപ്പോകാൻ വളരെ ചാൻസ് ഉണ്ട്. ചക്കയും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ബാധിക്കുന്ന ഒന്നാണ്. നമുക്കത് പോർഷൻ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. അതും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം കൂടുതലുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ മുന്തിരി, പഴുത്ത മുന്തിരി. അപ്പോൾ ഇതിൽ കൂടുതലായിട്ടും എന്താ വെച്ചാൽ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന അതേ ഒരു എഫക്റ്റാണ്. ഈ ഫ്രൂട്ട്സിലൊക്കെ തന്നെ ഫ്രക്ടോസ് കണ്ടൻറ്റും ഗ്ലൂക്കോസ് കണ്ടൻറ്റും കോമ്പിനേഷൻ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ കഴിച്ച ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഷുഗർ സ്പൈക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഈ മുന്തിരിയൊക്കെ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ HbA1c എന്ന് പറയുന്ന 3 മാസത്തെ ആവറേജ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന് കൺട്രോളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രൂട്ട്സാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത്. ചില ഫ്രൂട്ട്സ്, ചില പഴങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഷുഗർ ഉള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന, പ്രമേഹമുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ചില പഴങ്ങളാണ്. അതിൽ വരുന്നതാണ് ഈ പേരയ്ക്ക എന്ന് പറയുന്ന ഗോവ. ഇത് വളരെ ഇഫക്റ്റീവാണ്. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടും. ഇൻസുലിൻ്റെ പവർ, സെൻസിറ്റിവിറ്റി കൂട്ടുകയും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും സഹായകരമാവുന്ന ഒന്നാണ് ഈ പേരയ്ക്ക. അതൊരു ഹാഫ് പോർഷനൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പേരയുടെ ഇലയും വളരെയധികം എഫക്റ്റീവാണ്. പേരയില ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതും ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായകരമാവുന്ന ഒന്നാണ്. പിന്നെ നെല്ലിക്ക, ഈ നെല്ലിക്കയിലും അതേപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക നമുക്ക് എടുക്കാം. ബെറി ഫ്രൂട്ടുകൾ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവാണ്. ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ ബെറി ഫ്രൂട്ട്സ് ആണ്. ഇനി പലപ്പോഴും പഴങ്ങൾ കഴിക്കുന്ന ടൈമിങ് വ്യത്യാസപ്പെടാറുണ്ട്. കാരണം ഈ ഡയബറ്റീസ് ഉള്ളവർക്ക് പഴങ്ങൾ കഴിക്കാം, പക്ഷേ അത് എന്തൊക്കെ ടൈമിലാണ് എന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. രാവിലെ വെറും വെയിറ്റിൽ ഒരിക്കലും നമ്മൾ പഴങ്ങൾ, ഫ്രൂട്ട്സ് ഷുഗറുള്ള ഡയബറ്റിക് ഉള്ള ഒരു പേഷ്യൻസ് എടുക്കരുത്. ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കാൻ അതൊരു കാരണമാവും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു അരമണിക്കൂറിന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട്സ് എടുക്കുന്ന ടൈമിൽ ഒരു ഫ്രൂട്ട് ഒരു നേരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ എല്ലാ ഫ്രൂട്ടും കൂടി ഒരു കോമ്പിനേഷനായിട്ട് ഫ്രൂട്ട് സലാഡ് പോലെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലഡ് ഷുഗർ ലെവൽ ഹൈപ്പാവും, HbA1cയും കൂടും. അപ്പോൾ നാച്ചുറൽ ആണെന്ന് പറഞ്ഞ് എല്ലാ ഫ്രൂട്ടും കൂടെ ഒരുമിച്ച് എടുക്കുന്ന ഒരു ശീലം വേണ്ട. അറ്റ് എ ടൈം ഒരു ഫ്രൂട്ട് എടുക്കാം. രാവിലത്തെ ഭക്ഷണത്തിന് അരമണിക്കൂറിന് ശേഷം എടുക്കാം. അതേപോലെ തന്നെ ഉച്ചത്തെ ഭക്ഷണം അത് കഴിഞ്ഞതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഒരു സ്നാക്കിന് പകരമായിട്ട് ഒരു ഫ്രൂട്ട് റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. പപ്പായയും നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായകരമാവുന്ന ഒന്നാണ്. അപ്പോൾ പപ്പായ റെഗുലറായിട്ട് നമുക്ക് എടുക്കാം. പപ്പായ ഒരു ദിവസം ഒരു 1/4 പോർഷനൊക്കെ പപ്പായ എടുക്കാം. ആപ്പിള് വളരെ ഇഫക്റ്റീവാണ്. ആപ്പിള് തൊലിയോടുകൂടി എടുക്കുന്നതാണ് നല്ലത്. ആപ്പിളിൽ പെക്റ്റിൻ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അതും ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒന്നാണ്. ആപ്പിൾ ഒരു 2-3 പീസൊക്കെ നമുക്ക് എടുക്കാം, ഒരു ടൈമിൽ എടുക്കാം. ഒരു ആപ്പിൾ ഫുള്ളായിട്ട് എടുക്കുന്നത് അത്ര നല്ലതല്ല. പക്ഷേ എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കുക, തൊലിയോടുകൂടി എടുക്കുമ്പോൾ പെക്റ്റിൻ കണ്ടൻറ്റും കൂടെ നമ്മുടെ ശരീരത്തിൽ ചെന്നിട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും
അത് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോളിൽ കൊണ്ടുവരാനും സഹായകരമാക്കുന്ന ഒന്നാണ്. പ്രമേഹമുള്ളവർ സ്ട്രിക്റ്റായിട്ട് ഒഴിവാക്കേണ്ട മറ്റൊരു സ്വീറ്റ് ബോംബ് എന്നൊക്കെ പറയാം, ഒരു ചെറിയ സപ്പോട്ട, ചെറിയ പീസ് സപ്പോട്ട കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഹൈപ്പാവും. അതുകൊണ്ട് സപ്പോട്ട ഒരിക്കലും തൊട്ടുപോരുത്. ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉള്ളവർ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒരു നേരം അറ്റ് എ ടൈം ഒരു ഫ്രൂട്ട് മാത്രം ഒരു ചെറിയ പോർഷൻ റെഗുലറായിട്ട് തന്നെ എടുക്കാം. അത് ഞാൻ പറഞ്ഞ പോലെ ഈ പഴങ്ങളൊക്കെയാണ് എടുക്കേണ്ടത്. അപ്പം അധികം പഴുത്ത പഴങ്ങളിൽ ഫ്രക്ടോസ് കണ്ടൻറ്റും ഗ്ലൂക്കോസ് കണ്ടൻറ്റും കോമ്പിനേഷൻ വളരെയധികം കൂടുതലായിരിക്കും. അത് ഷുഗർ സ്പൈക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഷുഗറിന് ഡയബറ്റീസിന് മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ ഫ്രൂട്ടുകളാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് അധികം ഉള്ള ഫ്രൂട്ടുകളാണ് ഒഴിവാക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ബെറി ഫ്രൂട്ടുകളിലൊക്കെ ഗ്ലൈസീമിക് ലോഡ് വളരെയധികം കുറവാണ്. ഇപ്പോൾ ബെറി ഫ്രൂട്ടുകൾ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി ഇതൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കൂടുതലാണ്. ഇത് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പേരക്ക, അതേപോലെ പപ്പായ, ഇതൊക്കെ നെല്ലിക്ക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. റെഗുലറായിട്ട് എടുത്തു വരുമ്പോൾ ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാൻ തന്നെ സഹായകരമാക്കുന്ന ഒന്നാണ്. പിന്നെ ഷുഗർ ഉള്ളവർ ഇപ്പോൾ ഭക്ഷണത്തിന് ശേഷം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈവനിങ് ടൈമിൽ ഒരു മീലായിട്ട് തന്നെ ഒരു അര പോർഷൻ പേരയ്ക്ക റെഗുലറായിട്ട് എടുക്കാം. അതൊരു ഭക്ഷണമായിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കലറി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയും എടുക്കാനായിട്ട് ശീലിക്കാം. പിന്നെ മാമ്പഴം എന്തായാലും സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. കാരണം പഴുത്ത മാമ്പഴത്തിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് മാത്രമല്ല കൂടുതൽ വെയിറ്റ് കൂടാനായിട്ട്, വെയിറ്റ് ഗെയിൻ ആവാനായിട്ടുള്ള ഒരു പ്രധാന കണ്ടൻറ്റും നമ്മുടെ മാമ്പഴത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ മാമ്പഴം, പഴുത്ത മാമ്പഴം, നേന്ത്രപ്പഴമൊക്കെ. അത് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുമ്പോൾ കൂടുതലായിട്ടും ഫൈബർ അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അമിതമായിട്ട് പഴുത്തതിലാണെന്നുണ്ടെങ്കിൽ അതിൽ ഫ്രക്ടോസ് കണ്ടൻറ്റും കൂടുതലായിരിക്കും. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം ഉള്ളിൽ ചെന്ന ഉടനെ അത് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ രക്തത്തിൽ കലർന്ന് ചേരാനുള്ള ഒരു ടൈമാണ് ഈ ഗ്ലൈസിമിക് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല പഴുത്ത പഴങ്ങളിലെല്ലാം തന്നെ, ഫ്രൂട്ട്സിലെല്ലാം തന്നെ ഈ ഗ്ലൈസിമിക് ലോഡ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അത് പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്ത് നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള, അതേപോലെ തന്നെ കുറച്ചുകൂടെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള ബെറി ഫ്രൂട്ടുകളും പപ്പായ അങ്ങനത്തെ ഫ്രൂട്ടുകളൊക്കെ റെഗുലറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ പ്രമേഹമുള്ളവർ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് ഉണ്ട്, അത് കഴിക്കേണ്ട സമയം, കഴിക്കേണ്ട പോർഷൻ, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷുഗർ ഒഴിവാക്കണമെന്നില്ല. ഒരിക്കലും ഫ്രൂട്ട്സ് ജ്യൂസായിട്ട് അടിച്ചു കുടിക്കരുത്. കാരണം ആ ഒരു ടൈമിലും ഷുഗർ സ്പൈക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് അതേപടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.